മഴയുടെ പുഴയുടെ കഥ ചൊല്ലി അത് പിന്നെ കവിതോട് മഴയുടെ കഥ ചൊല്ലി കഥകൾ മഴകഥകൾ അവയുടെ ചിറകുരുവി പറഞ്ഞിനി പറഞ്ഞുള്ള അവള് പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോമിസ് ഇനി മറ്റൊന്ന് 1524 വാസ്കോഡഗാമ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് മരണപ്പെടുന്നതും അദ്ദേഹത്തെ സെന്റ് ഫ്രാൻസിസ് പള്ളിക്കാലത്ത് അടക്കം ചെയ്യുന്നതും. പക്ഷേ നമ്മൾ അധിക പേരും ശ്രദ്ധിക്കാതെ നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾ ഒരു 10 മിനിറ്റിന്റെ അകത്ത് നിങ്ങൾ ഡോൾഫിൻസിനെ സ്പോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാനുള്ള ലക്ക് വളരെയധികം കുറവാകും. സോ ദിസ് ഇസ് ദ ഏരിയ വിത്ത് ഹൈ പോസിബിലിറ്റി ടു സ്പോട്ട് ഡോൾഫിൻസ് ആസ് വെൽ. ഓക്കെ, സോ ഇപ്പൊ ചെറിയൊരു ആട്ടൊക്കെ കിട്ടുന്നുണ്ടോ? ഒരു ഓളം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഈ ഒരു വൈബിലാവും നിങ്ങളുടെ യാത്ര. സോ കാണുന്നുണ്ടോ ഒരു പാലം പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ടോ? അതിന്റെ നേരെ നോക്കി ഒരു ആർച്ച് ഷേപ്പ് ഒക്കെ കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ മലയാളം മൂവി പ്രേമം എന്ന് പറയുന്ന മൂവിയിൽ അവർ കഫേ ആയിട്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ്. ഓക്കെ, സോ ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് വൺ ഓഫ് ദ മലയാളം മൂവി ലൊക്കേഷൻസ് 2011, and they also created an agreement at that time stating 40-year authority of that terminal belongs in the hands of Dubai Port World. Okay, but it helped in many sort of developments of our area and people as well. Okay, ini mattonna nammade crucial okay ini mattonna നിങ്ങൾ നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഫെറി സർവീസ് കാണാം. ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് യു ഗൈസ് ക്യാൻ സ്പോട്ട് എ ബിഗ് ഫെറി സർവീസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മീൻസ് ഗോവ സർവീസ്. ആ കാണുന്ന ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പോയിന്റ് വൈപ്പിൻ ഇൻ 10 minutes. If you guys are coming by road, you have to travel around the backwater for 23 kilometers. This guys can cruise in 10 minutes. ഇത് നമ്മൾ റോഡ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ ചുറ്റി വളഞ്ഞ് 23 കിലോമീറ്റർ വരണം. അത് വെറും 10 മിനിറ്റ് കൊണ്ട് ഇവർക്ക് ക്രോസ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, ഇതും കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെയാണ് ബിൽഡ് ചെയ്തത്. ഇറ്റ് വാസ് ഓൾസോ കൺസ്ട്രക്റ്റഡ് ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ദ വെസൽ. ഓക്കെ, ഇനി നമ്മുടെ ഇനി കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രൂസിന്റെ റൈറ്റ് സൈഡിൽ നേരെ നോക്കിയാൽ കാണുന്ന ആ ഒരു വെള്ള കളർ ബോട്ട് കണ്ടോ? വെള്ളയും നീലയും പിങ്കൊക്കെ അടിച്ചിട്ട് അതാണ് നമ്മുടെ കൊച്ചിൻ വാട്ടർ മെട്രോ. ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ സോ ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് വി ഹാവ് ദ കൊച്ചിൻ വാട്ടർ മെട്രോ വെസൽ. ദാറ്റ് വൈറ്റ്, ബ്ലൂ, പിങ്ക് എവറി ഷെയ്ഡ് ഈസ് ദേർ. ഓക്കെ, ഇനി നിങ്ങൾ രണ്ട് സൈഡിലുമായിട്ട് വലകൾ കണ്ടോ? കാണുന്നുണ്ടോ? ഇതാണ്
നമ്മുടെ ചീനവല. ഓക്കെ, സിസ്റ്റർ ചീഞ്ഞതെന്നാണ് പറഞ്ഞത്, അല്ല ചീന എന്നാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചീനവലകൾ. On both sides of the shores you guys can spot the beautiful Chinese fishing net bridge. This was the inspiration of the development of the Chinese fishing net bridge. നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു ഡിസൈനിൽ നിന്നാണ്. ഓക്കെ, ഇനി മറ്റൊന്ന് നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മീൻസ് ബാക്ക് ടു ഫോർട്ട് കൊച്ചി ആൻഡ് മട്ടാഞ്ചേരി, ഈ ഏരിയയുടെ അകത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ മ്യൂസിയം വരുന്നുണ്ട്. ദർ എക്സിസ്റ്റ് അവർ ഇന്ത്യൻ നേവീസ് മ്യൂസിയം ഇൻസൈഡ് ദിസ് റീജിയൻ, ബാക്ക് ടു ഫോർട്ട് കൊച്ചി ആൻഡ് മട്ടാഞ്ചേരി. ഈ ഏരിയയുടെ അകത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. INS വെല്ലുരുത്തി. ഈ ബേസിന്റെ അകത്ത് നേവിയുടെ ഒരു എയർ ബേസ് വരുന്നുണ്ട്. ഈ നേവൽ ബേസിന്റെ അകത്ത് നേവിയുടെ ഒരു എയർ ബേസ് ഉണ്ട്, INS ഗരുഡ എന്ന് പറയും. അതായിരുന്നു നമ്മുടെ കൊച്ചിയുടെ ആദ്യത്തെ എയർപോർട്ട്. 1980 മുതൽ 99 നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്നത് വരെ 20 വർഷക്കാലത്തോളം കൊച്ചി ഈ ഒരു ഇന്ത്യൻ നേവൽ ബേസ് ആണ് അവരുടെ ബേസ് ആയിട്ട്, മീൻസ് ഫസ്റ്റ് എയർപോർട്ട് ആയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, സോ that was the first airport of Kochi. Okay, back in 1980s to 1999, Kochi used this Indian Naval facility as its first airport. In cruising the right side, like the pipelines are on right side. So towards the right side of the cruise, you guys can spot the pipelines which comes directly from the Cochin Oil Refinery, and it's to this point. And this is the point from where the ships are getting loaded with diesel and petrol, like from these pipelines. Okay, ഈ പൈപ്പ്ലൈനുകൾ നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിൽ നിന്ന് വരുന്ന പൈപ്പ്ലൈൻസ് ആണ്. സോ കൊച്ചിൻ ഓയിൽ तेरा साथ ना छोड़ेंगे. I can't hear the caption one. Come on, put your hands together, louder. 1, 2, 3, go. എന്തായാലും 2 മണിക്കൂർ നേരം നീണ്ട ഒരു യാത്രയുടെ സമാപനം. ബാഗുകൾ എല്ലായിടത്തോട്ട് താഴേക്ക് ഇറങ്ങി ഒന്നും ഇവിടെ വെച്ച് മറക്കരുത്, അവനവൻ്റെ കുട്ടികളൊക്കെ. ഓക്കെ, സോ ലൈക്ക് നെക്സ്റ്റ് വിൽ ബി ഹാവിംഗ് DJ downstairs, so I request everybody to join for the DJ and please make sure you do have your belongings.
She is purposefully playing tricks on me. Are they supporting her? Why are you not? She is messing up. പലരും ഇരുന്നോണ്ടാണെന്ന് തോന്നുന്നു കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റ് എവരിബഡി സ്റ്റാൻഡ് അപ്പ്. കം ഓൺ ഗൈസ്, എവരിബഡി സ്റ്റാൻഡ് അപ്പ് ആൻഡ് ജോയിൻ ദ ഫ്ലോർ. കം ഓൺ കം ഓൺ. ലാസ്റ്റ് ഹാഫ് ആൻ അവർ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് വേണം ഇറങ്ങാൻ. നിങ്ങൾക്ക് വേണ്ടി മനോഹരമായി DJ പ്ലേ ചെയ്യാൻ പോകുന്നത് കൊച്ചിയിലെ